വിവോയുടെ വിവോ V27e എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിവോ V27 സീരീസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വിവോ V27e എന്ന ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V27e എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ V27eയിൽ 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഇതിൽ E4 AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ വിവോ V27ലും അതുപോലെ തന്നെ 27 പ്രോയിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്നാൽ ഈ ഒരു ഫോണിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 186 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.8 mm ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഗ്ലോറി ബ്ലാക്ക് അതുപോലെ തന്നെ ലെവൻഡർ പർപ്പിൾ എന്നിങ്ങനെ 2 കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 5G പ്രോസസ്സർ അല്ല, ഇതൊരു 4G പ്രോസസ്സറാണ്. അപ്പം ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യില്ല. മിക്കവാറും ഈ ഫോണിൻ്റെ വില 20,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. 20,000 രൂപയ്ക്ക് മുകളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു 5G ഫോണാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു 4G ഫോൺ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ 8 GB റാം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണലും വരുന്നതായിരിക്കും. പിന്നെ റാം എക്സ്റ്റൻഷൻ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ ലഭിച്ചേക്കാം. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 64 മെഗാ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 മെഗാ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാ മാക്രോ ലെൻസും ഈ ഫോണിൽ വരുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. 20,000 രൂപയ്ക്കൊക്കെ മുകളിലാണ് ഈ ഫോണിൻ്റെ വില എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എന്നുള്ള കാര്യം. എന്നാൽ ഈ ഒരു ഫോണിൽ അത് മിസ്സിംഗ് ആയേക്കും എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ 5000 mAh ബാറ്ററി, അതല്ലാന്നുണ്ടെങ്കിൽ 4600 mAh ബാറ്ററി വന്നേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടൈപ്പ് C ചാർജിങ് പോർട്ടും ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ മാർച്ച് 1-നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം മലേഷ്യൻ മാർക്കറ്റിലായിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുക. മലേഷ്യയിലെ ലോഞ്ച് മാത്രമേ ഇപ്പോൾ കൺഫേം ആയിട്ടുള്ളൂ. ഇന്ത്യയിൽ ആ ഒരു ദിവസം ലോഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല. പിന്നെ ഇന്ത്യയിൽ മാർച്ച് 1-ന് തന്നെ വിവോ V27 സീരീസ് ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ വിവോ V27e ഉണ്ട് എന്നുള്ള കാര്യം അവർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ചിലപ്പോൾ മാർച്ച് 1-ന് ഇന്ത്യയിൽ വിവോ V27 അതുപോലെ തന്നെ 27 പ്രോ എന്നീ ഫോണിൽ മാത്രമായിരിക്കും ലോഞ്ച് ചെയ്യുക. ചിലപ്പം പിന്നീട് മാത്രമായിരിക്കും വിവോ V27e എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും വിവോയുടെ വിവോ V27e എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും നമ്മുടെ ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഫോണിൻ്റെ വില 20,000 രൂപയ്ക്ക് മുകളിലായിരിക്കും വരിക. 20,000 25,000 രൂപയുടെ ഇടയിലായിട്ട് ഈ ഫോണിൻ്റെ വില വന്നേക്കാം. പിന്നെ വിവോയുടെ V സീരീസിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. വളരെ മികച്ചൊരു പ്രൈസിംഗ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഫോൺ അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ടൊക്കെ തന്നെ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ വിവോ V27e എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.